തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന രാജേഷ് കൃഷ്ണ വയനാട്ടിലെ തൃശ്ശിലേരി ഗ്രാമത്തിലെത്തിയത് യാദൃച്ഛികമായല്ല. 10 വർഷം ഗ്രീൻ പീസ് സംഘടനയുടെ സുസ്ഥിര കൃഷി ക്യാമ്പയിനിൽ ജോലി ചെയ്തപ്പോൾ ലഭിച്ച തിരിച്ചറിവുകളാണ് രാജേഷിനെ മണ്ണിലിറക്കിയത്. കൃഷിയിലെ കൂട്ടായ്മയും സംസ്കാരവും സന്തോഷവും തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം കൂടിയാണ് രാജേഷ് ഈ ഗ്രാമത്തിൽ നടത്തുന്നത്. കൃഷിയുടെ രാഷ്ട്രീയവും സാമൂഹ്യ പ്രസക്തിയും തിരിച്ചറിയുന്ന ഈ ചെറുപ്പക്കാരന് ഇത് ഒരു ഉപജീവന മാർഗം മാത്രമല്ല. പക്ഷെ ഒരു കാർഷിക ജീവിതത്തിനോട് വളരെ അധികം ഇൻവോൾവായി നിൽക്കുന്നതാണ് ഇവിടുത്തെ സാമൂഹിക ജീവിതവും ഇവിടുത്തെ മറ്റ് വ്യവസ്ഥകളും. അപ്പം അതിലെല്ലാം ഇടപെട്ടുകൊണ്ട് മാത്രമേ നമുക്കൊരു നല്ല കർഷകനാണെങ്കിൽ ഇതിലൊന്നും ഇടപെടാതെ കാർഷിക ജീവിതം നയിക്കാൻ ഒക്കില്ല എന്നുള്ളൊരു ധാരണ ആദ്യം മുതലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു സാമൂഹിക ജീവിയായി തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ഉള്ള സ്ഥലത്ത് കുറച്ച് കൃഷി ചെയ്യുക, അത് ജൈവ രീതിയിൽ ചെയ്യുക, അത് മാർക്കറ്റിലെത്തിക്കുക, അതിൽ നിന്ന് കുറച്ച് പൈസ സമ്പാദിക്കുക ഉള്ളൊരു കൃഷി ഒരു ഉപജീവന മാർഗം മാത്രമല്ലാതെ അതിൻ്റെ ഒരു സാമൂഹിക പ്രവർത്തനവും അതിൻ്റെ രാഷ്ട്രീയ ചിന്തയുടെ പ്രതിഫലനവും ഒക്കെയായി മാറ്റുകയാണ്. സഹോദരനും സുഹൃത്തുക്കളുമായി ചേർന്ന് വാങ്ങിയ 10 ഏക്കർ പാടത്താണ് രാജേഷ് ജൈവ രീതിയിൽ നെൽകൃഷി നടത്തുന്നത്. ഇതിനു പുറമെ പ്രദേശത്തെ പരമ്പരാഗത കർഷകർക്കൊപ്പം സൗഹൃദ ഗ്രാമശ്രീ എന്ന കർഷക സ്വാശ്രയ സംഘത്തിന്റെ ഭാഗമായും നെൽകൃഷി നടത്തുന്നുണ്ട്. തണൽ എന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ നാടൻ നെൽവിത്തുകളുടെ സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നു. 40 നാടൻ വിത്തുകളെക്കുറിച്ച് 4 ഘട്ടങ്ങളിലുള്ള പഠനമാണ് രാജേഷിന്റെ കൃഷിയിടത്തിൽ നടക്കുന്നത്. പാഡി ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞൊരു വർക്ക്ഷോപ്പാണ്. അതൊരു സീരീസ് ഓഫ് വർക്ക്ഷോപ്സാണ്. ഒരു സീസണിൽ 4 ഘട്ടങ്ങളായിട്ട് നമ്മൾ വിത്തിടുന്നതിന് മുമ്പ് വിത്തിനെ പറ്റിയുള്ള പഠനം, വിത്തിട്ടിപ്പം ഞങ്ങൾ 40ഓളം ഇനങ്ങളുടെ വയനാട്ടിലുള്ള മിക്കവാറും എല്ലാ ഇനങ്ങളും അതുകൂടാതെ പുറത്തുനിന്നുള്ള കുറച്ച് ഇനങ്ങളും ഉള്ള ഇനങ്ങളുടെ വിത്ത് ഇട്ട് ഞാറായിരിക്കുകയാണ്. ഇനിയിപ്പം നാളെ ആ ഞാറിനെ പറ്റിയുള്ള പഠനമാണ്. അതിനുശേഷം ആ ഞാറ് പാടത്ത് നടന്നു 2-3 ദിവസം കഴിയുമ്പോൾ അത് പൂവിടുന്ന സമയമുണ്ടാവും. അപ്പം അതിൻ്റെ ആ പൂവിടുന്ന സമയത്തെ അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ആ ചെടിയുടെ ക്യാരക്ടേഴ്സ് എന്താണെന്നൊക്കെയുള്ള മനസ്സിലാക്കാനുള്ളൊരു പഠനമുണ്ട്. അതിനുശേഷം അവസാനം അത് നെല്ലായി കഴിയുമ്പോഴത്തേക്കും ആ ഹാർവെസ്റ്റിംഗ് ടൈമിൽ അതിൻ്റെ അടുത്ത ലാസ്റ്റ് ഫേസ്, അങ്ങനെ 4 ഘട്ടങ്ങളായിട്ട് നാടൻ നെല്ലിനെ കർഷകൻ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു പഠനമാണ് നടക്കുന്നത്. സ്വന്തം സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കുത്തി അരിയാക്കി വിൽപ്പന നടത്തുകയാണ് രാജേഷിന്റെ രീതി. വയനാടിന്റെ തനദിനങ്ങളായ തൊണ്ടിയും ഗന്ധകശാലയുമാണ് മുഖ്യമായും വിൽക്കുന്നത്. നെൽകൃഷിയുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് രാജേഷിന് ഉറച്ച വിശ്വാസമുണ്ട്. അരി എന്നോളം മലയാളികൾ കഴിക്കുമ്പോൾ അന്നോളം നെൽകൃഷിയുടെ ആവശ്യമുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറയും. ഇതുവരെയുള്ള എൻ്റെ ഒരു ചെറിയ കാർഷിക ജീവിതത്തിനിടയിൽ നഷ്ടമില്ലാതെ നെൽകൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അനുഭവം, എനിക്ക് ചുറ്റുമുള്ളവരുടെ അനുഭവവും കാണിക്കുന്നത്. വരമ്പത്ത് നിന്ന് ജോലിയെടുപ്പിക്കാതെ മണ്ണിലിറങ്ങി പണിയെടുക്കുന്നതാണ് രാജേഷിന്റെ രീതി. ഇതോടൊപ്പം തൊഴിലാളികളുമായി പുലർത്തുന്ന ആത്മബന്ധവും ഈ കർഷകനെ വ്യത്യസ്തനാക്കുന്നു. കൃഷി വരമ്പത്ത് നിന്ന് ചെയ്ത കൃഷിയാകില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും സമയം എനിക്ക് അതിൽ ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പാടത്ത് ഇറങ്ങും, തൊഴിലാളികളുടെ കൂടെ പണിയെടുക്കും. മണ്ണിൽ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് അതൊരു പ്രത്യേക രസമാണ്. പ്രാദേശികമായും രാജ്യത്തുടനീളവും നടക്കുന്ന കർഷക പ്രക്ഷോഭങ്ങളുമായി ചേർന്ന് നിൽക്കാനും രാജേഷ് കൃഷ്ണ സമയം കണ്ടെത്തുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.